ഹായ് ഡിയേഴ്സ്. ഈ വർഷത്തെ ഈസ്റ്ററിന് ഞാൻ ക്രാഫ്റ്റൊന്നും ചെയ്തില്ല. അപ്പം കഴിഞ്ഞ വർഷം മോൾക്ക് സ്കൂളിൽ ഈ ബോണറ്റ് ഉണ്ടാക്കണമായിരുന്നു. അപ്പം ക്യാപ്പ് അങ്ങനെ ചെയ്തിരുന്നു. ഇപ്പം മോൾ സെക്കൻഡറി സ്കൂളായതുകൊണ്ട് ഇപ്പം അവർക്ക് സ്കൂളിലേക്കും ആവശ്യമൊന്നുമില്ലായിരുന്നു. അപ്പം ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. പക്ഷേ എൻ്റെ കയ്യിൽ കുറച്ച് ടിഷ്യൂ പേപ്പർ, ഇതിൽ ഡെക്കോപ്പാച്ച് ചെയ്യുന്ന ടിഷ്യൂ പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കറക്റ്റ് ഈസ്റ്ററിൻ്റെ ഒരു പേപ്പർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ചെറിയൊരു ക്രാഫ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട്. പക്ഷേ എൻ്റെ ബോട്ടിലും ഇല്ലായിരുന്നു. എന്നാൽ പിന്നെ അത് കാർഡ് ബോർഡിൽ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഒരു ടിഷ്യൂ ഞാനത് ഒരു ഈസ്റ്റർ കാർഡ് പോലെ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരെണ്ണം ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു ഫ്രെയിം പോലെ ഒരു വോളിലൊട്ടിക്കുന്ന പോലെ ഉണ്ടാക്കി. പക്ഷേ ചെറിയൊരു സ്റ്റാൻഡിൽ വെച്ചു. പിന്നെ ഈ പേപ്പറാണെങ്കിൽ അതിൽ ഞാൻ ജസ്റ്റ് ഫ്രണ്ടിൽ ഒന്ന് ഹാപ്പി ഈസ്റ്റർ എന്നൊന്ന് ചെറുതായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വാഷി ടിപ്സൊക്കെ വെച്ച് ആ കാർഡ്ബോർഡിൻ്റെ ഒരു വൃത്തിയാക്കി ഒന്ന് ജസ്റ്റ് ഒരു വൈറ്റ് പേപ്പറൊക്കെ അകത്ത് കൊടുത്തൊരു ഈസ്റ്റർ കാർഡ് പോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് എഗ്ഗിൻ്റെ ഷേപ്പിൽ കാർഡ്ബോർഡ് തന്നെ പല രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിലും വാഷി ടേപ്സൊക്കെ കൊടുത്തിട്ട് പിന്നെ ടിഷ്യൂ പേപ്പറിൻ്റെ തന്നെ ഒരു റാബിറ്റിനെ തന്നെ അകത്തും കൊടുത്തു. അങ്ങനെ അതും സെറ്റാക്കി. പിന്നെ ഒരു എഗ് ബാസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇത് നമുക്ക് ഫ്രൂട്ടൊക്കെ വാങ്ങിക്കുമ്പം കിട്ടുന്ന ഒരു ഇതില്ലാതാ. അപ്പോൾ അത് കളഞ്ഞില്ല. പിന്നെ കുറച്ച് ഈ ഗിഫ്റ്റൊക്കെ വരുമ്പം അതിൽ റാപ്പ് ചെയ്തൊക്കെ വരുന്ന ഈ പേപ്പർ ക്രഷ് ഇങ്ങനത്തെ സാധനമില്ല, അത് ഞാനും എടുത്തു വെക്കാറുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് ഈ പാഴ്സൽ വരുന്ന സാധനങ്ങളാണ് ഇതെല്ലാം കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒട്ടിച്ചൊരു കാർട്ട് പോലെ ഒരു ബാസ്ക്കറ്റ് പോലെ സെറ്റാക്കി എടുത്തിട്ട് കുറച്ച് എഗ്ഗ് ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ അകത്തൊക്കെ ഫില്ല് ചെയ്ത്. ശരിക്കും നമുക്കിത് ടേബിളിലും നമ്മുടെ ലിവിങ് റൂമിലൊക്കെ ചുമ്മാ ഡെക്കോറായിട്ടൊക്കെ വെക്കാവുന്ന രീതിയിൽ ഒരു ഫ്രെയിമും ഒരു ജസ്റ്റ് ഒരു കാർഡും പിന്നെ ഒരു എഗ് ബാസ്ക്കറ്റും അത്രയാണ് സെറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. താങ്ക് യു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.